വളരെ സുരക്ഷിതമാണെന്ന് കരുതി നല്ല കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങിച്ചു കൂട്ടുന്നത് പലരുടെയും ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ അത് എപ്പോഴും സേഫ് ആയിരിക്കും. നല്ല വല്ല കമ്പനികളുടെയും സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ചുമ്മാ ഹോൾഡ് ചെയ്താൽ മതി, നല്ല പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ ഉപദേശം കേൾക്കാത്ത ഇൻവെസ്റ്റേഴ്സ് ചുരുക്കമായിരിക്കും. നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരും മാത്രമല്ല ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പോലും സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണിത്. വലിയ കമ്പനികൾ അഥവാ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ സ്റ്റെബിലിറ്റിയുടെയും സേഫ്റ്റിയുടെയും ഒക്കെ പ്രതീകങ്ങളാണെന്നും പൊതുവെയുള്ള വിശ്വാസം. മാർക്കറ്റിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഈ കമ്പനികൾ പിടിച്ചു നിൽക്കുമെന്നും നല്ല റിട്ടേൺസ് തരുമെന്നും ഒക്കെയാണ് പലരുടെയും ധാരണ. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് സേഫ് എന്ന് നമ്മൾ കരുതുന്ന പലതും യഥാർത്ഥത്തിൽ ഒരു ട്രാപ്പായി മാറാറുണ്ട്. പ്രത്യേകിച്ച് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏറ്റവും സേഫ് എന്ന് കരുതുന്ന ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പല മുൻനിര ഇന്ത്യൻ സ്റ്റോക്കുകളും യഥാർത്ഥത്തിൽ ഒരു വലിയ കെണിയാണെന്നുള്ളത് ഒരു സത്യമാണ്. 2025 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ നഷ്ടം വരുത്താൻ സാധ്യതയുള്ള ഒരുപാട് സ്റ്റോക്കുകളെ ഞാൻ കാണാനിടയായി. അതിൽ നിന്ന് വളരെ കുറച്ച് സ്റ്റോക്കുകൾ, ഒരു 5ഓളം സ്റ്റോക്കുകൾ ഞാൻ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവയൊന്നും ഈ അടുത്ത നാളുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളുണ്ട്. ഇവയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന പല ഇഷ്യൂസും പല ഹിഡൻ ട്രാപ്പുകളും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ കണ്ടെത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത വളരെ കുറച്ച് സ്റ്റോക്കുകൾ, ഒരു 5ഓളം സ്റ്റോക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. എന്തുകൊണ്ട് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാരണം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കാനുള്ള അഡ്വൈസ് ആണ്. തീർച്ചയായിട്ടും ആരൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു അഡ്വൈസ്, ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി അറിയാത്ത പണി ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നല്ലതല്ലാത്ത ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നതും വളരെ നല്ല ഒരു സ്ട്രാറ്റജിയാണ്. നമ്മളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടമാകാതിരിക്കാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അനാവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാതിരിക്കുക, അതുപോലെ തന്നെ അനാവശ്യമായ സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഈ കമ്പനികൾ മോശമാണെന്നല്ല, ഇവയെല്ലാം നല്ല ബിസിനസ് ചെയ്യുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ ഒരു നല്ല കമ്പനി എപ്പോഴും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആകണമെന്നില്ല. ഇപ്പോഴത്തെ വിലയിൽ ഈ കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങുന്നത് നിങ്ങളുടെ പണം കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. കാരണം ഇവയുടെ വാല്യുവേഷൻ അമിതമായി ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ കമ്പനി എന്ന ലേവൽ നോക്കി ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപകടകരമായിട്ടുള്ള ഒരു തീരുമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന ഒന്നാണ് പ്രൈസ് മാറ്റേഴ്സ് എന്നത്. കമ്പനിയുടെ സ്റ്റോക്ക് ഓവർ പ്രൈസ്ഡായി വാങ്ങി നിന്നാൽ നിങ്ങൾക്ക് മോശം റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. പ്രത്യേകിച്ച് മാർക്കറ്റ് കുതിച്ചുയരുമ്പോൾ മുമ്പൊക്കെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന പേടിയിൽ നമ്മൾ തെറ്റായ തീരുമാനത്തിലേക്ക് എടുത്തു ചാടാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്കുകളെ തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി നിർത്തുന്നത്. ഒരു ഫോമോയും എന്നെ ബാധിക്കില്ല, നിങ്ങളെയും ബാധിക്കാതിരിക്കട്ടെ. നമുക്ക് മുന്നോട്ട് പോകാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഒന്നാമതായിട്ട് ഞാൻ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒഴിവാക്കുന്ന സ്റ്റോക്കാണ് ട്രെൻഡ് ലിമിറ്റഡ്. ട്രെൻഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? വെസ്റ്റ് സൈഡ്, സ്റ്റുഡിയോ, സ്റ്റാർ ബസാർ, ഈ ബ്രാൻഡുകളെല്ലാം ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ട്രെൻഡിന്റെ കീഴിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 809% എന്ന അവിശ്വസനീയമായ നേട്ടം കൈവരിച്ച ഈ സ്റ്റോക്ക് പല ഇൻവെസ്റ്റേഴ്സിന്റെയും കണ്ണിലുണ്ണിയാണ്. എന്നാൽ ഇന്ന് ഈ സ്റ്റോക്ക് ഒരു പ്രതിസന്ധിയിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതിന്റെ വാല്യുവേഷൻ തന്നെയാണ്. ഇപ്പോൾ ട്രെൻഡിന്റെ PE റേഷ്യോ 100ന് മുകളിലാണ്. ഇതിനർത്ഥം കമ്പനിയുടെ 1 രൂപയുടെ വരുമാനത്തിനായി നിങ്ങൾ 100 രൂപ നൽകാൻ തയ്യാറാണ് എന്നാണ്. ഒരുപക്ഷെ ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? കമ്പനിയുടെ ഗ്രോത്ത് കുറഞ്ഞു വരുമ്പോൾ പോലും ഇത്രയും വലിയ പ്രീമിയം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. 2024 ട്രെൻഡിന്റെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 15% നിന്ന് 8% കുറഞ്ഞിരുന്നു. അതായത് അവരുടെ സ്റ്റോറുകളിൽ നിന്നുള്ള വിൽപ്പന കുറഞ്ഞു എന്ന ഒരു അർത്ഥം കൂടി അതിനുണ്ട്. സ്റ്റോക്ക് പ്രൈസ് 809% ഉയർന്നത് ഒരു ന്യായമായ വാല്യുവേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൂടി മുന്നിലേക്ക് ഉയർന്നു വരും. റീറ്റെയിൽ സെക്ടറിൽ കോമ്പറ്റീഷൻ അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. റിലയൻസ്, ടാറ്റ, അദാനി പോലുള്ള വമ്പന്മാർ ഈ രംഗത്ത് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. സ്റ്റുഡിയോയുടെ ലോ കോസ്റ്റ് മോഡലുകൾ മറ്റു കമ്പനികൾക്ക് കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഒരിക്കലും നമ്മൾ കരുതുന്നുമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഉയർന്ന വാല്യുവേഷനിൽ ട്രെൻഡ് സ്റ്റോക്ക് വാങ്ങേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാനുള്ളത്. ഇവിടെ വ്യക്തമായ ഒരു മോട്ട്, അതായത് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കാണാനില്ല. ഇപ്പോഴത്തെ വിലയിൽ ഈ സ്റ്റോക്ക് വാങ്ങുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം അതാണ് എന്നെ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചത്. തൽക്കാലത്തേക്ക് ഒഴിവാക്കേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് ട്രെൻഡാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ജിയോ ഫിനാൻസ് സർവീസ് ആണ്. റിലയൻസിന്റെ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ റിലയൻസ് എന്ന ബ്രാൻഡിന്റെ പിൻബലത്തിൽ ഈ ഒരു കമ്പനി വലിയൊരു വിജയമാവുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും.
എന്നാൽ ജിയോ ഫിനാൻസ് സർവീസിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? കമ്പനിയുടെ പ്രധാന ബിസിനസ് ഇപ്പോഴും ഒരു തുടക്കഘട്ടത്തിലാണ്. NBFC ഓപ്പറേഷൻസ്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുകൾ ഇവയെല്ലാം അവർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രോഫിറ്റബിലിറ്റി അഥവാ ലാഭം എവിടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് 1.85 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. എന്നാൽ അതിന്റെ റിട്ടേൺ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ROE, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി, വെറും 1.26% ആണ്. ബാങ്കിംഗ് സെക്ടറിലെ വമ്പന്മാരായിട്ടുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക് പോലെയുള്ള കമ്പനികൾക്ക് 15 മുതൽ 20% വരെ ROE ഉണ്ട്. എന്നിട്ടും ജിയോ ഫിനാൻസിന് എന്താണ് ഇത്രയും ഉയർന്ന വാല്യുവേഷൻ ഉള്ളത് എന്നുള്ളത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിലയൻസ് എന്ന ബ്രാൻഡ് നെയിം കൊണ്ട് മാത്രം ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനിക്ക് 2 ലക്ഷം കോടിക്ക് മുകളിൽ വാല്യുവേഷൻ കൊടുക്കുന്നത് ശരിയായ രീതിയല്ല. ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇപ്പോഴും ലോൺ ബിസിനസ്സിൽ സ്വന്തമായിട്ടുള്ള ഒരിടം കണ്ടെത്താൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഫീൽഡിലെ കോമ്പറ്റീഷൻ വളരെ വലുതാണ്. അതുപോലെ തന്നെ ജിയോ ഫിനാൻസിന്റെ യഥാർത്ഥ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ്? ടെക്നോളജി ആണോ? ഒരുപക്ഷെ അതിന് 2 ലക്ഷം കോടിയുടെ വാല്യുവേഷൻ നൽകേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ തൽക്കാലം ജിയോ ഫിനാൻസിൽ നിന്നും ഞാൻ മാറി നിൽക്കുകയാണ്. ഇത് വെറും പ്രതീക്ഷകളുടെ പുറത്തുള്ള ഒരു വിലയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തൽക്കാലത്തേക്ക് ഞാൻ ഒഴിവാക്കുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് അദാനി ഗ്രീൻ എനർജിയാണ്. റിന്യൂവബിൾ എനർജി ഫ്യൂച്ചർ ആണ് എന്ന് എല്ലാവരും പറയുന്നു. അദാനി ഗ്രീൻ എനർജി ഈ വളർന്നു വരുന്ന സെക്ടറിലെ ഒരു പ്രധാന പ്ലെയർ ആണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 136% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയും പ്രശ്നം വാല്യുവേഷൻ പ്രീമിയം തന്നെയാണ്. അദാനി ഗ്രീനിന്റെ മാർക്കറ്റ് ക്യാപ്പ് 1.65 ലാഖ് കോടിക്ക് മുകളിലാണ്. എന്നാൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് കുറഞ്ഞു വരികയാണ്. 2023 45% വളർച്ച ഉണ്ടായിരുന്നത് 2024 22% കുറഞ്ഞിട്ടുണ്ട്. 2025 ഇനിയും കുറയും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നിട്ടും ഈ സ്റ്റോക്ക് 80 മുകളിലേക്കുള്ള പി റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. റിന്യൂവബിൾ എനർജി സെക്ടറിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ടാറ്റ പവർ, NTPC, റിന്യൂ പവർ പോലെയുള്ള കമ്പനികളെല്ലാം വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ഇത്രയും ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കയ്യിൽ വെക്കുന്നത് വളരെ റിസ്കിയാണ്. ക്ലീൻ എനർജി എന്ന തീം തീർച്ചയായിട്ടും വളരെ ആകർഷണീയം തന്നെയാണ്. പക്ഷെ വിലയാണ് അതിനകത്ത് ഒരു കൺഫ്യൂഷൻ. എത്ര നല്ല ബ്രാൻഡ് ആണെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു ലിമിറ്റിന് അപ്പുറത്തേക്കുള്ള ഒരു സാധനവും തീർച്ചയായിട്ടും നമ്മൾ വാങ്ങാറില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കും തൽക്കാലത്തേക്ക് വാങ്ങണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാനുള്ളത്. ഈ ഒരു സെക്ടറിൽ ഇതിൽ നല്ല കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണെങ്കിൽ അതിലേക്ക് കണ്ണുനട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇനി നാലാമത്തെ സ്റ്റോക്ക് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഹെൽത്ത് കെയർ ഒരു ഡിഫൻസീവ് സെക്ടർ ആണെന്ന് എല്ലാവർക്കും അറിയാം. സാമ്പത്തികമായി എന്ത് പ്രതിസന്ധി വന്നാലും ആളുകൾക്ക് ചികിത്സ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മാക്സ് ഹെൽത്ത് കെയർ കഴിഞ്ഞ 5 വർഷത്തിനിടെ 875 എന്ന വളരെ നല്ല ഒരു റിട്ടേൺ നൽകി. എന്നാൽ ഇപ്പോൾ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ വളരെ അമിതമായിട്ട് ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇതൊരു കംപ്ലീറ്റ് സ്ട്രെച്ച്ഡ് വാല്യുവേഷൻ ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു മാക്സ് ഹെൽത്ത് കെയറിന്റെ പി റേഷ്യോ 80 മുകളിലാണ്. ഹോസ്പിറ്റൽ ബിസിനസിന് ഇത്രയും ഉയർന്ന പി നൽകുന്നത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ അല്ല. അപ്പോളോ ഹോസ്പിറ്റൽസ്, ഫോർട്ടീസ് ഹെൽത്ത് കെയർ തുടങ്ങിയ മറ്റ് പ്രമുഖ ഹോസ്പിറ്റൽ ചെയിനുകളും ഇതിൽ കുറഞ്ഞ വാല്യുവേഷനിൽ ലഭ്യമാണ്. മാക്സ് ഹെൽത്ത് കെയറിന്റെ ഒക്യുപ്പൻസി റേറ്റും ARPUസും ആവറേജ് റവന്യൂ പെർ യൂസർ മെച്ചപ്പെടുന്നുണ്ടെങ്കിലും ഈ ഗ്രോത്ത് ഇത്രയും ഉയർന്ന PU റേഷ്യോയെ ന്യായീകരിക്കാൻ മാത്രം ശക്തമാണോ എന്നുള്ളതും കൺഫ്യൂസിംഗ് ആണ്. ഹെൽത്ത് കെയർ സെക്ടറിന് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ധാരാളം ഉണ്ട്. പക്ഷേ കോമ്പറ്റീഷൻസും വളരെ ശക്തമാണ്. ലോക്കൽ പ്ലേയേഴ്സ്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, മറ്റ് കോർപ്പറേറ്റ് ചെയിനുകൾ ഇവയെല്ലാം കടുത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത് കെയറിന്റെ യഥാർത്ഥ പ്രത്യേകത എന്താണ്? പ്രീമിയം സർവീസുകളാണോ ഒരുപക്ഷെ 80 മുകളിലുള്ള പി റേഷ്യോ ജസ്റ്റിഫൈ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ ഒരു മാക്സ് ഹെൽത്ത് കെയറിനെ ഞാനൊരു ക്വാറന്റൈനിൽ നിർത്തിയേക്കാണ്. പിന്നീട് ആലോചിക്കാം, പിന്നീട് ഒരു ഡിസിഷൻ എടുക്കാം എന്നൊരു കണ്ടീഷനിലാണ് ഞാൻ നിർത്തിയേക്കുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ. ഇന്ത്യയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഒരു വലിയ ഗ്രോത്ത് സ്റ്റോറിയാണെന്ന് എല്ലാവരും പറയുന്നു. ഡിക്സൺ ടെക്നോളജീസ് ഈ മേഖലയിലെ ഒരു മുൻനിര കമ്പനിയാണെന്ന് തോന്നാം. കഴിഞ്ഞ 5 വർഷത്തിനിടെ 825% റിട്ടേൺസ് ഈ സ്റ്റോക്ക് നൽകി. എന്നാൽ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ഈ ഒരു ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഡിക്സന്റെ പി റേഷ്യോ 115 മുകളിലാണ്. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഫോക്സ്കോൺ, വിസ്ട്രോൺ, മെഗാട്രോൺ പോലെയുള്ള ഗ്ലോബൽ ഭീമന്മാർ ഇന്ത്യയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഡിക്സന്റെ യഥാർത്ഥ മോട്ട് എന്താണ്? പ്രമുഖ ബ്രാൻഡുകളുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളാണോ? പക്ഷെ അത് എത്ര കാലം നിലനിൽക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട്. സ്റ്റോക്ക് പ്രീമിയം വാല്യുവേഷനുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ കൺഫ്യൂസിംഗ് ആണ്. ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഈ 5 സ്റ്റോക്കുകൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാ സ്റ്റോക്കുകളും ഇപ്പോൾ ഓവർ വാല്യൂഡ് ആണ്. ഗ്രോത്ത് കുറയുമ്പോഴും കോമ്പറ്റീഷൻ കൂടുമ്പോഴും ഇത്രയും വലിയൊരു പ്രീമിയം കൊടുത്ത് നമ്മൾ ഈ കമ്പനികളെ വാങ്ങി വയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കോമൺ ആയിട്ട് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എന്തിനാണ് ഈ സ്റ്റോക്കുകൾ
ഇപ്പോൾ വാങ്ങുന്നത് അത് ഫോമോ കൊണ്ടാണോ അതോ പാസ്റ്റ് പെർഫോമൻസ് കണ്ടിട്ടാണോ? ഇതിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ട്രാപ്പ്. മാർക്കറ്റിൽ പണം ഉണ്ടാക്കാൻ വാലുവേഷൻ വളരെ പ്രധാനമാണ്. സ്റ്റോക്ക് പ്രൈസ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇവയെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തണം. വെറും പോപ്പുലാരിറ്റി മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല നീക്കമല്ല. ഒരു നല്ല കമ്പനിക്കും നല്ല സ്റ്റോക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രയിലെ ഒരു നിർണായക ഘട്ടമാണ്. പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് നല്ല കമ്പനികളെ ഓവർ പ്രൈസിംഗിൽ വാങ്ങി മോശം റിട്ടേൺസ് നേടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇനി നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും, എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ലളിതമായിട്ടുള്ള ഒരു ഉത്തരമേ ഉള്ളൂ: കാത്തിരിക്കുക. നല്ല അവസരം വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റിൽ ക്ഷമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ സ്റ്റോക്കുകളിൽ 30-40% വരെ ഒരു കറക്ഷൻ വരുന്നത് വരെ കാത്തിരിക്കാം. അതിനുശേഷം ഇവയെക്കുറിച്ച് വീണ്ടും പരിഗണിക്കാം. അല്ലെങ്കിൽ മാർക്കറ്റിൽ ലഭ്യമായ കുറഞ്ഞ വാല്യുവേഷനിലുള്ള എന്നാൽ ക്വാളിറ്റിയുള്ള മറ്റ് സ്റ്റോക്കുകൾ കണ്ടെത്തിയാൽ നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. മാർക്കറ്റിൽ എപ്പോഴും അവസരങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് കണ്ടെത്താൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. വളരെ പ്രധാനമായ കാര്യം, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വിലയാണ് പ്രധാനം. ഒരു മികച്ച കമ്പനിക്ക് ഓവർ പ്രൈസ് കൊടുക്കുന്നത് പോലും നിങ്ങൾക്ക് നഷ്ടം വരുത്തിയേക്കാം. എന്നാൽ ഒരു ആവറേജ് കമ്പനിയെ മികച്ച വിലയിൽ വാങ്ങുന്നത് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് നൽകാനും സാധിക്കും. ഇത് മാർക്കറ്റിന്റെ ഒരു ബേസിക് സത്യമാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടൈമിൽ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞ 5 സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കിയാൽ അവയുടെ വാല്യുവേഷൻ ന്യായമായ ഒരു ലെവലിൽ എത്തുന്നത് വരെ കാത്തിരുന്നാൽ നിങ്ങളുടെ പണം സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നല്ലൊരു അവസരം വരുമ്പോൾ അവയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിയും. മാർക്കറ്റിൽ പണം ഉണ്ടാക്കാൻ തിടുക്കം കാണിക്കേണ്ടതില്ല. ശരിയായ അവസരം വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ പലപ്പോഴും നിങ്ങളെ നഷ്ടത്തിൽ കൊണ്ടെത്തിച്ചേക്കും. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസൈറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഓവർ വാല്യൂഡ് സ്റ്റോക്കുകളെ തുറന്നു കാട്ടുന്ന വീഡിയോകളുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആക്കാൻ നിങ്ങളോടൊപ്പം എന്നും ഞാനുണ്ടാവും. ഓർമ്മിക്കുക, മാർക്കറ്റിൽ സേഫ് എന്ന് തോന്നുന്നത് പലപ്പോഴും ഏറ്റവും അപകടകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയി മാറിയേക്കും. എപ്പോഴും നിങ്ങളുടെ സ്വന്തം റിസർച്ചിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിലയാണ് പ്രാധാന്യം, വാല്യുവേഷൻ ആണ് പ്രധാനം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ആ ഹൈപ്പ് ബട്ടൺ ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.